ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തേതാണ്, ഇർഫൻ ആലം കംസ് ടു യുവർ സ്കൂൾ ടു ഇനോഗ്രേറ്റ് ദ യൂത്ത് ക്ലബ്, പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് ആൻ അനൗൺസ്മെൻറ്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. അതായത് ഇർഫൻ ആലം നിങ്ങളുടെ സ്കൂളിലെ യൂത്ത് ക്ലബ്ബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ഇൻട്രൊഡക്ടറി സ്പീച്ച്, അതൊക്കെ ഈ 4 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡിയർ ഓൾ, ഹാവ് യു ഹേർഡ് അബൌട്ട് പീപ്പിൾ ഹു ഡു ബിസിനസ് ഫോർ എ സോഷ്യൽ കോസ്? സമൂഹ നന്മയ്ക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, ദേ ആർ കോൾഡ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ്. അവരാണ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ്. ഐ ആം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഇർഫൻ ആലം, ദ സ്മാർട്ട് ആൻഡ് എനർജറ്റിക് സോഷ്യൽ entrepreneur from Bihar. He is here to inaugurate our youth club. He is a founder and a chairman of Saman Foundation. Started with a bank loan to redesign rickshaws. Saman has not got any funding from any donor or government. ഗവൺമെൻറ് കയ്യിലൊന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫണ്ട് കിട്ടിയിട്ടില്ല. The foundation gets its major revenue today from advertising. അഡ്വർടൈസിങ്ങിലൂടെയാണ് ഇവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്. റിക്ഷ പുള്ളേഴ്സ് ഗെറ്റ് 50% ഓഫ് ദിസ് റവന്യൂ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പകുതി റിക്ഷ പുള്ളേഴ്സിനും കിട്ടും. ആൻഡ് ദിസ് ഹെൽപ്സ് ദം. While catering to their economic security, the company also engages with the families of the rickshaw pullers to provide social security, education and even livelihood. ഇവരുടെ ഫാമിലീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കമ്പനി നോക്കാറുണ്ട്. The society needs more people like Irfan Alam with innovative ideas. The Times of India has said that Irfan Alam is one of the top 30 youth icons of India. ഇന്ത്യയിലെ ടോപ്പ് 30 യൂത്ത് ഐക്കൺസിൽ ഒരാളാണ് ഇർഫൻ ആലം. The then American President Barack Obama complimented him, "You are doing a tougher job than me." അപ്പോൾ ബറാക്ക് ഒബാമ ഇദ്ദേഹത്തെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെക്കാട്ടിലും ടഫറായിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലൗസ് ആൻഡ് വെൽക്കം മിസ്റ്റർ ഇർഫൻ ആലം. ഇത് എഴുതി വെച്ചാണ്ടല്ലോ, 4 മാർക്ക് സെറ്റാണ് കേട്ടോ, 4 മാർക്ക് സെറ്റാണ്. തന്നെ അടുത്തത്, You are a friend of Amigo brothers and you witnessed the contest between them with a great excitement. Prepare a blog. ബ്ലോഗ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ബ്ലോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ബ്ലോഗ് ചോദിക്കുമ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കാം. ഇവിടെ ടെയിൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് കൊടുക്കണം, നിങ്ങളുടെ പേരും കൊടുക്കണം. എന്നിട്ട് നമ്മുടെ അഭിപ്രായമാണ് അതിൽ എഴുതി വയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ആ ഫൈറ്റ് കണ്ടതിൻ്റെ. ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് നോൺ ആസ് അമിഗോ ബ്രദേഴ്സ് പ്രൂവ്ഡ് ഇറ്റ് ടു ദ വേൾഡ്. ലോകത്തിന് അവർ തെളിയിച്ചു കൊടുത്തു അല്ലേ. What an amazing match it was. The match was to find out who would represent the boys club in the Golden Gloves. ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആരുണ്ടാകും എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. ബട്ട് ബോത്ത് ഓഫ് ദം ഡിഡ് ദെയർ ബെസ്റ്റ് ഔട്ട് വിത്ത് അതർ. മറ്റേ ആളെ തോൽപ്പിക്കാൻ വേണ്ടി 2 പേരും മാക്സിമം ചെയ്തു. പക്ഷേ both were equally powerful as I already knew them for many years. എനിക്ക് അവരെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെന്തായിരുന്നു? ഈക്വലി പവർഫുൾ ആയിരുന്നു. നോബഡി ഫെൽ ടു ദ ക്യാൻവാസ്. ആരും ക്യാൻവാസിലേക്ക് വീണില്ല. അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓൺലി സൗണ്ട് ഓഫ് ദെയർ ലൗഡ് ബ്ലോസ് കുഡ് ബി ഹേർഡ്. അവരുടെ ആ ബ്ലോ ഉണ്ടല്ലോ, ഇടിക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് മാത്രമേ ചില സമയങ്ങളിൽ കേൾക്കാൻ പറ്റുള്ളൂ. ദ ക്രൗഡ് ഹാസ് ഗോൺ മ്യൂട്ട്. ഐ വാസ് തണ്ടർ സ്റ്റക്ക്. ഞാൻ ഇടിവെട്ടിയ പോലെ ആയിപ്പോയി. ഈവൻ ദ റെഫറി വാസ് സ്റ്റണ്ട് ബൈ ദർ സാവേജറി. At last they embraced each other and left the ring in hand. What a pretty ending. They are players who prepare and practice. They are players who get hurt but also get up and help to get up. ഹർട്ട് ആയാലും, അതായത് മുറിവേറ്റാലും എഴുന്നേറ്റ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സാണ് ഇവർ. They are players who won in life. ജീവിതത്തിൽ വിജയിച്ച പ്ലേയേഴ്സാണ് ഇവർ. I am proud of my friends. They went away without receiving the prize. I believe, as someone said, there is nothing on this earth more to be prized than a true friendship. ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിനേക്കാളും പ്രൈസ് ചെയ്യാൻ പറ്റിയ വേറെ ഒന്നും ഈ ലോകത്തില്ല എന്ന് പണ്ടാരോ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം. പിന്നെ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നോമിതയുടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 4 മാർക്കിൻ്റേതാവുമ്പോൾ നോമിത, ഗ്രാൻഡ് ഫാദർ, രത്ന, അങ്ങനെയുള്ളവരുടെയൊക്കെ 4 മാർക്കിലേക്ക് ചോദിക്കാം. കുറച്ചും കൂടി മാർക്ക് കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റുന്നത് റോബർട്ട് ബാൽവിൻ്റെ ഒക്കെയാണ്. ഓൾറെഡി ക്യാരക്ടേഴ്സ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണല്ലോ, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തോളൂ. പിന്നെ സെമിനാർ റിപ്പോർട്ട് 4-6 മാർക്കിനും ചോദിക്കാവുന്നതാണ്. സെമിനാർ റിപ്പോർട്ട് അതിനൊരു ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ട്, അത് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഈ തരം സംഭവങ്ങളൊക്കെ സെൻറ്റൻസിലേക്കാക്കാം. പ്രോഗ്രാം ഇതെല്ലാം അങ്ങോട്ട് സെൻറ്റൻസിലാക്കി എഴുതി വെച്ചാൽ മതി. ഓക്കെ, നോക്കേ.
ഒരു ഹെഡിങ് കൊടുക്കുക, സെമിനാർ ഓൺ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ. ABC High School, Chennai conducted a seminar on the topic environment conservation on 24th October 9:30 a.m. in the school auditorium. The program started with a prayer by school choir. Principal welcomed the gathering. PTA President Mr. William chaired the session. ഇന്ന ആൾ ഗേവ് ദ പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇന്ന ആൾ ഇനോഗ്രേറ്റ് ചെയ്തു, ഇന്ന ആൾ കീനോട്ട് അഡ്രസ്സ് കൊടുത്തു, ഇന്ന ആൾ ഇന്ന പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. സ്കൂൾ ലീഡർ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. ദെൻ പ്രോഗ്രാം നാഷണൽ ആന്തത്തോട് കൂടിയിട്ട് ഉച്ചക്ക് 1 മണിയായപ്പോൾ എൻഡായി. അങ്ങനെ എഴുതി വെച്ചാൽ മതി, സെൻറ്റൻസ് ആക്കി അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ ദ പോയം. ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് അ ലിറ്റിൽ ബിറ്റ്. അതിലെ ഹ്യൂമർ എന്താണ്, തമാശ എന്താണെന്നുള്ളതാണ്. Ogden Nash gives a graphic picture of his experience at the dentist using exaggeration that creates humor. അല്ലേ, എക്സാജറേഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കാര്യം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹ്യൂമർ കൊണ്ടുവന്നിരിക്കുന്നത്. He begins the poem by stating that the worst experience one can have in one's life is sitting in a dentist chair with his mouth wide open. വായം തുറന്ന് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുന്നതിലും കഷ്ടകാലം വേറെ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. The mouth of a patient is compared to the section of a road being repaired. He says he cannot remain calm and cool when his fingers are making changes in his love line and lifeline. The patient thinks that his teeth are being polished, പക്ഷേ ഡിമോളിഷ് ചെയ്യപ്പെടും പോലെ തോന്നുന്നു. മാത്രമല്ല ഡെന്റിസ്റ്റ് ഒരു മിറർ യൂസ് ചെയ്തുകൊണ്ടാണ് മൗത്ത് എക്സാമിൻ ചെയ്യുന്നത്, വിച്ച് മേക്സ് എ പോയറ്റ് വണ്ടർ വെദർ ഹി ഈസ് ആക്ച്വലി ട്രീറ്റിംഗ് ദി ഇൻഫെക്റ്റഡ് സൈഡ് ഓഫ് ദ മൗത്ത്. ഇൻഫെക്റ്റഡ് സൈഡ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതൊരു കൺഫ്യൂഷൻ വരുന്നു. ഫൈനലി ദ ഡെന്റിസ്റ്റ് ഡിക്ലെയർസ് ദാറ്റ് എവറിത്തിങ് ഇസ് ഓവർ എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ബട്ട് ഈസ് ഇറ്റ് ആയോ? ഇല്ല. ബിക്കോസ് എന്താണ്, ഹി ഈസ് അഡ്വൈസ് ടു come back in 3 months. 3 മാസം കഴിഞ്ഞ് പിന്നെ വരാൻ പറയാണ്. The poet says that it could be the most vicious place fate could put in. അതായത് ഒരു പ്രത്യേക ഒരു വലയാണ്, അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. He concludes the poem saying that man has to go to dentist to keep his teeth in good condition. നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് ടീത്ത് നല്ല കണ്ടീഷനിൽ വയ്ക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടം, ടീത്ത് നല്ല കണ്ടീഷനിൽ വയ്ക്കുകയാണെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ടല്ലോ എന്നുള്ളതാണ്. ദസ് ദ ഹോൾ പോയം കംസ് എസ് എ പാക്കേജ് ഓഫ് ഹ്യൂമർ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ലെറ്റർ ടു ദ മേയർ മേ ബി ചോദിക്കാം. ലെറ്റർ ടു ദ മേയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് ഹൊറഗല്ലു സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേയർക്ക് ഒരു ലെറ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫ്രം അഡ്രസ്സ് വയ്ക്കുക, ടു അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സർ ഓർ മാഡം, സബ്ജക്റ്റ് എഴുതണം കേട്ടോ. സബ്ജക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഹൊറഗല്ലൂസ് എന്ന് കൊടുത്താലും മതി. ഐ ആം സോനു ഫ്രം ദി ഈസ്റ്റ് ലൊക്കാലിറ്റി ഓഫ് വഡോദര, മുംബൈ. ദിസ് ലെറ്റർ ഈസ് ടു കൈൻഡ്ലി ബ്രിങ് ടു യോർ നോട്ടീസ് ദാറ്റ് ദർ ആർ നെയ്തർ സഫിഷ്യൻറ്റ് റെസ്റ്റിംഗ് പ്ലേസസ് നോർ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇൻ അവർ ലൊക്കാലിറ്റി. ഓക്കെ, ഡിയർ സർ, ദ മെജോറിറ്റി ഇൻ അവർ town are laborers and small-scale business people who have to work hard for their daily bread. Most of them have to walk long distances every day as a part of their job. There are people from other localities who come here for trade. There are not enough horogallus for travelers to sit or take rest. I request that necessary step may be taken to construct horogallus for people to refresh themselves and also install drinking water facilities for people to quench their thirst. Kindly look into this matter. Yours faithfully, Sonu. Okay. പിന്നെ നമുക്ക് പോയം ലൈൻസ് തന്നിട്ട് മീനിങ് ചോദിക്കാം. ഇപ്പോൾ ഈച്ച് ടൈം ഈസ് ടാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദി ഗോഡ് ഓഫ് മീനിങ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? പോയിട്ട് പറയാണ്, നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും അതിന് പല പല മീനിങ്സ് ആണുള്ളത്. അപ്പോൾ വെൻ വി സ്റ്റാമർ, നമ്മൾ ഓരോ തവണ വയ്ക്കുമ്പോഴും നമ്മൾ ഡിഫറെൻറ്റ് മീനിങ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊരു ദൈവത്തിനുള്ളൊരു ഗോഡ് ഓഫ് മീനിങ്സിന് കൊടുക്കുന്ന ഒരു സാക്രിഫൈസ് പോലെയാണ്. ദ പോയിറ്റ് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഇംപെർഫെക്ഷൻ എന്നത് ലാംഗ്വേജ്, ലൈഫ്, പോയട്രി ഇതിലെല്ലാം ഇംപെർഫെക്ഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബട്ട് വിത്തൗട്ട് ദീസ് ഇംപെർഫെക്ഷൻ ലൈഫ് ഓർ ലാംഗ്വേജ് വുഡ് സഫർ ഫ്രം എ ഗ്രേറ്റ് മൊണോട്ടണി. ഈ ഇംപെർഫെക്ഷൻ ഒന്നുമില്ല, എല്ലാവരും കാണാൻ ഒരുപോലെ, എല്ലാവരും പറയുന്നത് ഒരുപോലെ, എല്ലാവരും നടക്കുന്നത് ഒരുപോലെ, എല്ലാവരും കഴിക്കുന്ന ഒരുപോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രേറ്റ് മൊണോട്ടണി, ഒരു ഡൾനെസ് വരും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യപ്പെട്ട സ്പൈസസ് ആണ് ഈ ഇംപെർഫെക്ഷൻ എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ any womanലെ lines ആണ്. And the twist that holds together the children in its sacred ring, they are not of love from whose cloister no child goes a wandering. ഇതിൽ പറയുന്നത് കുട്ടികൾ എപ്പോഴും അമ്മയുടെ അടുത്താണല്ലേ കംഫർട്ട് സീക്ക് ചെയ്യുക. ദേ ലൈക്ക് ടു പ്ലേ വിത്ത് ദം ആൻഡ് ഗ്രോ അണ്ടർ ദെയർ കെയർ.
There is no love like a mother's love, and under her care, no child loses his way. No matter how old a child will always want his mother to counsel and comfort him. She is a knot that lovingly binds everyone together. When I left this place, palm thatched houses could be seen in the distance on the right, but now there is nothing. പോയിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്? ചേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ആഫ്റ്റർ 4 years ആണ് വരുന്നത്. വില്ലേജ് ഹാസ് ചേഞ്ച്ഡ് സോ മച്ച്. റബ്ബർ പ്ലാന്റ്സ് ആൻഡ് ഡെൽവുഡ് ട്രീസ് റീപ്ലേസ്ഡ് പാഡി ഫീൽഡ്സ്. ഹോൾ ഫീൽഡ് is planted over with aracanut palm. There is no bustle of men, no shouts of laughing. The rubber plants confused his way to his home. No palm thatched houses could be seen. In short, all the food crops were replaced by cash crops. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മദറിനെ പറ്റിയിട്ട് ചോദിക്കാം കേട്ടോ. ഇതിനു മുന്നേ ഇവിടെ വിമൻ ലീഡിങ് ആക്ടിവിസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ വന്നു. അവരോട് ചോദിക്കാൻ പറ്റിയ 4 questions ആണ്. നമുക്ക് എന്ത് ചോദിക്കാം? വെൽ യു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് വിത്ത് വിമൻ എംപവർമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. വാട്ട് എവിഡൻസ് ഡു യു ഹാവ് ദാറ്റ് വിമൻ ദംസെൽസ് ഹാവ് റെസ്പോണ്ടഡ് ടു ഇഷ്യൂസ്? ഓക്കെ, ദെൻ ഹൗ ഹാസ് ദ ഗവൺമെന്റ് കൺസീവ്ഡ് ദ ഐഡിയ ഓഫ് വിമൻ എംപവർമെന്റ്? ഡു യു തിങ്ക് ദേ ഗെറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്? വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ പബ്ലിക്, എസ്പെഷ്യലി വിമൻ? അങ്ങനെ ചോദിക്കാമല്ലോ. പിന്നെ മദറിൻ്റെ ഇമ്പോർട്ടൻസ്. ഗോഡ് കുഡ് നോട്ട് ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ്. ബോത്ത് ദ ലൈൻ ഗീവ്സ് എംഫസൈസ് ദ റോൾ ഓഫ് മദർ ഇൻ എ ഫാമിലി. It also throws a light on the uniqueness of a mother. Mother is always concerned about her children. അങ്ങനെ അമ്മയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എഴുതാം. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ ബ്ലേബ്, സുധാമൂർത്തിയുടെ ബ്ലേബ് ചോദിക്കും. അപ്പോൾ ബ്ലേബ് നമ്മൾ ഓൾറെഡി ഫോർമാറ്റ്സിൻ്റെ സെഷനിൽ നോക്കിയതാണ്. ബ്ലേബ് ചോദിക്കുമ്പോൾ എഴുതുക, ദിസ് എ കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹാർട്ട് ടച്ചിങ് ഇൻസിഡൻസ് ഫ്രം ദ ലൈഫ് ഓഫ് ദ റൈറ്റർ. ഇറ്റ് ഈസ് ഫിൽഡ് വൈബ്സ് ഓഫ് ഹ്യൂമൻ ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. ഈവൻ വെൻ ദ ഹോൾ വേൾഡ് സീംസ് ടു ബി busy moving forward, there are some who get stuck midway. They may need a little care, a shoulder to lean, and on a few words to console their heavy heart. ആ ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ഒന്ന് സമ്മപ്പായിട്ട് എഴുതിയാൽ മതി. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വിൽ ഡെഫിനറ്റ്ലി കോൺക്വർ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ദ റീഡ്. ദിസ് ഈസ് എ മസ്റ്റ് റീഡ് എന്നൊക്കെ എഴുതാം. ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻ, പ്രൈസ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. ബ്ലർബ് എഴുതിയാൽ മതി. നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചില്ല, അതേപോലെ തന്നെ. പിന്നെ വാങ്കാരി മാതായി പറയുന്നുണ്ട്, വിമൻ ആർ ഫസ്റ്റ് ഓഫൻ ടു ബിക്കം അവെയർ ഓഫ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. എൻവയോൺമെൻറ്റൽ ഡാമേജ് ആദ്യം അറിയുന്ന വിമൻ ആണ്, ശരിയാണോ എന്നുള്ളത്? യെസ്, വിമൻ ആർ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഇൻ ആഫ്രിക്ക വിമൻ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ്. ആഫ്രിക്കയിൽ വിമൻ ആണ് പ്രൈമറി കെയർ ടേക്കേഴ്സ്. ദേ ഹോൾഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്കിംഗ് ഔട്ട്സൈഡ് ആൻഡ് ഫീഡിങ് ദെയർ ഫാമിലി. That is why when something happens to the environment, they are first to know it. Okay, because they do not get resources to feed their family. ഫാമിലി ഫീഡ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫാമിലി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമൻ ബിക്കെയിം ദ ഫസ്റ്റ് ടു അവെയർ ഓഫ് ദി എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് കേട്ടോ. അപ്പോൾ പഠിക്കുക. ഇനിയും ഇഷ്ടംപോലെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കണം കേട്ടോ. താങ്ക് യു.